യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം പഠിപ്പിങ്ങനെയാണ്: ജ്ഞാനമില്ലാത്തവർ കർത്താവിനോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. ജ്ഞാനമില്ലാത്തവൻ കർത്താവിനോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇല്ലാത്ത കാര്യം എന്താണോ ആ കാര്യം നമ്മുടെ കർത്താവിനോട് സമർപ്പിക്കാം. ഈ കുട്ടി പറഞ്ഞത് എന്താ? ക്ലിൻഡോ തോമസ് പറയാണ്, ഞാൻ എൻ്റെ അവസ്ഥ മുഴുവൻ കർത്താവിനോട് വിവരിച്ച് പറഞ്ഞു. 119-ാം സങ്കീർത്തനത്തിൽ 26-ാമത്തെ തിരുലിഖിതം, ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ക്ലിൻഡോ തോമസിൻ്റെ അവസ്ഥ മുഴുവൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം അവന് ഉത്തരമരുളി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബ് 1:5 പഠിപ്പിക്കുകയാണ്, ജ്ഞാനമില്ലാത്തവൻ കർത്താവിനോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും. ഇല്ലാത്ത കാര്യം എന്താണോ അതിനെക്കുറിച്ച് നിരാശപ്പെട്ടിരിക്കുക എന്നുള്ളതല്ല, അതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുക എന്നുള്ളതല്ല. ആ അവസ്ഥ ദൈവത്തോട് സംസാരിക്കുക, നിന്റെ ബുദ്ധിയെ ദൈവത്തിന് സമർപ്പിക്കുക. അവിടെ നിനക്ക് ഉയർച്ചയുണ്ട്, അവിടെ നിനക്ക് അനുഗ്രഹമുണ്ട്. നെഹമ്യാ പ്രവാചകൻ എന്ത് പഠിപ്പിക്കുകയാണ്? സ്വർഗത്തിലെ ദൈവം നിനക്ക് വിജയം നൽകും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമ്യാ പ്രവാചന പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ കാണുന്നുണ്ട്: എന്നെ വിളിച്ചപേക്ഷിക്കുക, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ രഹസ്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമരുളും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു കുട്ടിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആ കുട്ടിയുടെ അനുഭവം പറഞ്ഞ ഇങ്ങനെയാണ്: എൻ്റെ പേര് ജിറ്റു, എൻ്റെ വീട് മണ്ണാർക്കാട്, പാലക്കാട് ജില്ലയിലുള്ള മണ്ണാർക്കാട് എന്ന സ്ഥലത്താണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കുട്ടിക്കാനത്തുള്ള മരിയൻ കോളേജിൽ 2-ാം വർഷ BCA വിദ്യാർത്ഥിനിയാണ്. ഈ കഴിഞ്ഞ മാർച്ച് 28-ാം തീയതി എനിക്ക് ഒരു ലാബ് എക്സാം ഉണ്ടായിരുന്നു. സാധാരണ ആദ്യ ബാച്ചിൽ പരീക്ഷ എഴുതാറുണ്ടായിരുന്ന എനിക്ക് ഈ തവണ ഉച്ചയ്ക്ക് ശേഷമുള്ള 2-ാം ബാച്ചിലാണ് പ്രവേശനം ലഭിച്ചത്. ആദ്യ ബാച്ചിൽ കയറിയവർക്കെല്ലാം പരീക്ഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വളരെ ചുരുക്കം പേർക്കേ ശരി ഉത്തരം ലഭിച്ചുള്ളൂ. ഇതറിഞ്ഞ് ശരിക്കും ഞാൻ ഭയന്നു പോയി. ഞാൻ പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് പരിശുദ്ധാത്മാവിന് എന്നെ തന്നെ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുകയും സഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വിളിച്ച് മധ്യസ്ഥ പ്രാർത്ഥന തേടുകയും ചെയ്തു. അതിനുശേഷം പരിശുദ്ധാത്മാവേ, എൻ്റെ ബുദ്ധി തെളിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, 2-ാമത്തെ ബാച്ചിൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. 3 മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാം 1 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇതുകൂടാതെ എൻ്റെ ഓരോ സെമസ്റ്റർ എക്സാമിന് വേണ്ടിയും ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ 1-ാം സെമസ്റ്റർ റിസൾട്ട് വന്നു. 79% മാർക്കോടുകൂടെ ക്ലാസ്സിൽ 3-ാം സ്ഥാനം നൽകി എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. 3rd റാങ്ക് നൽകി ഈ കുട്ടിയെ കർത്താവ് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ച് നോക്ക്. പരീക്ഷയുടെ തൊട്ട് മുമ്പ് ആദ്യ ബാച്ചിൽ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു വിഷമം. എന്നാൽ ഈ കുട്ടി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അതാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായം 3-ാം വാക്യം: എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ രഹസ്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്ന സംഗതിയാണ്. നമ്മുടെ മക്കളെ, പുത്രന്മാരെയും പുത്രിമാരെയും കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുചെല്ലണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ കുട്ടികളും കർത്താവിൻ്റെ അരികിലേക്ക് പോകണം. പള്ളി ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കണം. സന്ധ്യാപ്രാർത്ഥന ചെല്ലണം. പ്രാർത്ഥിക്കുമ്പോഴാണ് ബുദ്ധി തെളിയുന്നത്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിട്ടുകൊടുക്കുക എന്ന് വടക്കനോടും തടയരുതെന്ന് തെക്കിനോടും ഞാൻ ആജ്ഞാപിക്കുന്നു. ദൂരത്തുനിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. എൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തിട്ടുള്ളവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അവർ പഠിക്കുന്നവരാകട്ടെ പഠിക്കാത്തവരാകട്ടെ, ജോലിയുള്ളവരാകട്ടെ ജോലിയില്ലാത്തവർ, എൻ്റെ അരികിലേക്ക് എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കൊണ്ടുവരുവിൻ എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 13-14 തിരുലിഖിതങ്ങൾ: അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. പ്രൈസ് ദി ലോർഡ്.
ഈ നിമിഷങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവം ബൈബിളിലുണ്ട്. ദൈവത്തിൻ്റെ ഒരുപാട് വചനങ്ങളിലൂടെ ഈ കാര്യങ്ങൾ ദൈവം ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ശുശ്രൂഷയെ പങ്കുചേരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. മാതാപിതാക്കന്മാർ കുട്ടികളുടെ ശിരസിലേക്ക് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കട്ടെ. പഠിക്കുമ്പോൾ ഓർമ്മശക്തി ഇല്ലാത്തവർ, പഠിക്കാൻ ഏകാഗ്രത ഇല്ലാത്തവർ, സ്കൂളിൽ പോകാൻ മടി തോന്നുന്നവർ, സ്കൂളിൽ പോകേണ്ട സമയമാകുമ്പോൾ രോഗങ്ങൾ വരുന്നവർ, പല രോഗങ്ങൾ നിമിത്തം ക്ലാസ് മുടങ്ങിപ്പോകുന്നവർ, ഉപരിപഠനത്തിന് വേണ്ടി സാധ്യതയില്ലാത്തവർ, അഡ്മിഷൻ കിട്ടാത്തവർ, എല്ലാ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞുങ്ങളെല്ലാം കൈകൾ കൂപ്പിപ്പിടിച്ച് ഹൃദയം പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച്, പരിശുദ്ധാത്മാവേ പഠനത്തെ ആശീർവദിക്കണമേ, എന്നെയും എൻ്റെ ബുദ്ധിയെയും പരിശുദ്ധാത്മാവേ അങ്ങേക്ക് അടിമ വെക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാ കുട്ടികളും കൈകൾ കൂപ്പി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ ശിരസിലേക്ക് കരങ്ങൾ വെച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ കുട്ടികളുടെ പഠനത്തിന് തടസ്സമായി നിൽക്കുന്ന ഓരോ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഈ സമയം ഒരു അഭിഷേകം ഈ കുട്ടികളുടെ മേൽ പ്രവഹിക്കട്ടെ കർത്താവേ. പഠനത്തിന്റെ തടസ്സം, ജോലിക്കുള്ള തടസ്സങ്ങൾ, ഉപരിപഠന തടസ്സങ്ങൾ, അഡ്മിഷനുള്ള തടസ്സങ്ങൾ, പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മ വെക്കാനുള്ള തടസ്സങ്ങൾ, പരീക്ഷയ്ക്ക് കൃത്യമായി ഓർത്ത് എഴുതാനുള്ള തടസ്സങ്ങൾ, ഇതെല്ലാം യേശുവിന്റെ നാമത്തിൽ ഓരോ കുഞ്ഞുങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ, ജ്ഞാനത്തിന്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ, കൃപാവരങ്ങളുടെ അഭിഷേകം കൊണ്ട് നിറയട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം കൊണ്ട് നിറയട്ടെ, പ്രാർത്ഥനാ വരങ്ങൾ കൊണ്ട് നിറയട്ടെ. വചനം പഠിക്കാൻ, പ്രാർത്ഥിക്കാൻ, നന്നായിട്ട് ഒരുങ്ങാൻ, ക്ലാസ്സുകളിൽ പോകാൻ, മാതൃകാ വിദ്യാർത്ഥിയാകാൻ തക്കവണ്ണം ഈ കുഞ്ഞുങ്ങളുടെ മേൽ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ 54:13. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, വിദ്യാർത്ഥിനികളെയും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും, കുട്ടികളുടെ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ അധ്യാപകന്മാരെയും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. സഭ മുഴുവനോടും ചേർന്ന് കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥിനികളെയും പരിശുദ്ധാത്മാവിന് അടിമ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഈ സമയം കുട്ടികളെല്ലാം രണ്ട് കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കുക. കുടുംബങ്ങളെല്ലാം വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ബാലന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ അഭിഷേകങ്ങൾ ഇപ്പോൾ ഈശോയോട് ചോദിക്കുക. ടെൻഷനുള്ളവർ ടെൻഷൻ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോകാൻ മടിയുള്ളവർ ആ മടി വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിച്ചിട്ട് ഓർമ്മ കിട്ടാത്തവർ ഓർമ്മശക്തി വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മീയ കാര്യങ്ങളോടും പ്രാർത്ഥനയോടും പഠനത്തോടും താല്പര്യമില്ലാത്തവർ ബുദ്ധി തെളിഞ്ഞു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചീത്ത കൂട്ടുകെട്ടുകളും കുരുട് പിടിച്ച സ്വഭാവങ്ങളുള്ള കുഞ്ഞുങ്ങൾ തെളിഞ്ഞ ബുദ്ധി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താണോ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്, അത് മാറാൻ വേണ്ടി രണ്ട് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ,
യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഈ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് വിടുതൽ പ്രാപിക്കട്ടെ. ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ, തഴക്കദോഷത്തിൻ്റെ, രോഗത്തിൻ്റെ, ചീത്ത കൂട്ടുകെട്ടുകളുടെ, അന്ധകാര അരൂപികളുടെ എല്ലാ ഉപദ്രവങ്ങളും ഈശോയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയെയും പഠനത്തെയും ഭാവി ജീവിതത്തെയും ശല്യപ്പെടുത്തിക്കൊണ്ട് ഇവരിൽ പിടിമുറുകിക്കുന്ന എല്ലാ തരത്തിലുള്ള നാരകീയ സേനകളും ദുരാത്മവ്യൂഹങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇടിമിന്നൽ പോലെ ഇപ്പോൾ നിബന്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഈ കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധാത്മാൻ പൂരിതരാകട്ടെ. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, കൃപയുടെ ആത്മാവ്, അനുസരണത്തിൻ്റെ ആത്മാവ്, വിശുദ്ധ സ്നേഹത്തിൻ്റെ ആത്മാവ് ഈ കുഞ്ഞുങ്ങളിലേക്ക് ഇപ്പോൾ അത്ഭുതകരമായി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. യേശുവേ, സ്തോത്രം. യേശുവേ, ആരാധന. ജീവനേ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായെന്നിൽ നിറഞ്ഞ